എല്ലാ സമയത്തും രാത്രിയോ പകലോ അല്ലെങ്കിൽ ഒന്നും അല്ലാതെ എവിടേക്കും ഓടിയെത്തി അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലീഡറാണ് ഉവൈസ് സാറ്. അപ്പോ ഇന്നത്തെ ഈ സെക്ഷൻ നമുക്ക് അറിവും അതേപോലെ തന്നെ തിരിച്ചറിവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഉവൈസ് സാറിനെ കേൾക്കാനുണ്ടാവും. അപ്പോ ഞാൻ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഉവൈസ് സാർ ഈ ഒരു സെക്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഉവൈസ് സാർ, പ്ലീസ് ഹാൻഡ് ഓവർ ദിസ് സെക്ഷൻ. ഓക്കെ, താങ്ക് യു ഷറഫുദ്ദീൻ സാർ. നല്ല രൂപത്തിൽ എന്നെ പരിചയപ്പെടുത്തി. ഗോയിങ് PC ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷറഫുദ്ദീൻ സാറ്. വളരെയധികം നന്ദി അറിയിക്കുന്നു സാർ. എന്തായാലും ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം MC കൈകാര്യം ചെയ്തു. തീർച്ചയായിട്ടും വലിയ ഉയരങ്ങളിലേക്ക് സാറിന് എത്താൻ സാധിക്കട്ടെ എന്നീ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ ഒരുമിച്ച് കൂടുകയും നമ്മളൊക്കെ നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള വേദി ഹൈഫ്ലൈസ് മീറ്റിങ്ങിൽ നമ്മൾ ഒരുക്കി തന്ന നമ്മളൊക്കെ ഫൗണ്ടറായിട്ടുള്ള SBJ ഫൗണ്ടർ മനോജ് സാർ, ലളിത മാഡം, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ ഷറഫുദ്ദീൻ സാർ പറഞ്ഞതുപോലെ അൽത്താഫ് സാർ ആയിക്കോട്ടെ, ഷേബ് സാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇസ്മായിൽ സാർ, എല്ലാവരെയും ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവരെയൊന്നും ഇങ്ങനെ ഓർത്താൽ പോരാ, പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം അവരുടെയൊക്കെ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജിലും ഈ ഒരു പെർഫോമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെയൊക്കെ ഒരു എഫേർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കുകൾ, പ്രവർത്തനങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ ഉയരാൻ കാരണം. അതിന് ഏത് സമയത്തും നന്ദിയോടെ അവരെ നമ്മൾ ഓർക്കുന്നു. ഇനി എന്തായാലും അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ ഈ കാരണക്കാരനാവാനും റാങ്കിലേക്കൊക്കെ എത്തിപ്പെടാനും എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള എൻ്റെ ടീം അംഗങ്ങളാണ്. എല്ലാവരെയും ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ STC ലീഡേഴ്സ് ആയിട്ടുള്ള ബിന്ദു കൃഷ്ണൻ, അതുപോലെ തന്നെ രജിത മാഡം, അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞു പോയ നിങ്ങളൊക്കെ ഗ്രേറ്റ് ലീഡർ മുസ്തഫ സാർ, അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കപ്പെടുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് DTC ലീഡേഴ്സ്, ATC, TC ലീഡേഴ്സ്, എല്ലാവരും ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ്. കാരണം അവരൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിയതും ഇങ്ങനെ ഒരു ടീമിന്റെ മുന്നിൽ ഒരു ലീഡറായിട്ട് നിൽക്കാനാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു ഹൈഫ്ലൈസ് മീറ്റിങ്ങില് എല്ലാ ദിവസവും നല്ല ട്രെയിനിങ്ങുകൾ കിട്ടുന്നു. ഒരുപാട് ലീഡേഴ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള പല ടോപ്പിക്കുകളാണ് നമ്മൾ കേൾക്കാറ്. അതിലൂടെയൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് നമുക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈഫ്ലൈസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം, അത് ആത്മാർത്ഥമായിട്ട് രാവിലെ എഴുന്നേറ്റ് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്ന് ആത്മാർത്ഥമായിട്ട് കേൾക്കണം. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കക്കാരായിരുന്ന സമയത്തൊക്കെ എന്തിനാണ് ഞാൻ ആ മീറ്റിംഗ് കേൾക്കുന്നത്, രാവിലെ തന്നെ എഴുന്നേൽക്കാൻ മടിയുണ്ടാവാം, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഈ ഒരു നടക്കുന്നത്. അത് ഞാൻ സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് കേൾക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളാണ് നമുക്ക് സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഹൈഫ്ലൈസ് മീറ്റിംഗ് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, വേണ്ട ഗൈഡ് ലൈൻസുകൾ ഒക്കെ തരുന്ന ലീഡേഴ്സ് എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു ഡയറക്ഷൻ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ ഇത്ര പെർഫോമർ ആവോ അല്ലെങ്കിൽ ഇത്ര വലിയ ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ലീഡർ ആവോ എന്നൊന്നും കരുതിയിട്ടില്ല. എൻ്റെ അധ്യാപകൻ ആയിട്ടുള്ള ഇസ്മായിൽ സാറ്, എൻ്റെ മെൻറ്ററും കൂടി ആയിട്ടുള്ള ഇസ്മായിൽ സാറ്
അന്ന് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ മൊബൈൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് എന്നെ വിളിച്ചു, പോയി എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഇവര് മൊബൈലായി സർവീസ് ചെയ്തുകൊണ്ടിരിക്കണേ, കസ്റ്റമർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു അരമണിക്കൂർ എൻ്റെ കൂടെ വരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാൻ സാറ് വിളിച്ചതല്ലേ എന്നുള്ള ലെവലില് ഞാൻ സാറിന്റെ കൂടെ പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ +2 അധ്യാപകനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഒരു വാക്കിനെ ഇന്നേ വരെ നമ്മള് ചെയ്യില്ല, നടക്കൂല, പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ +2 പഠനം കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പഠനം ആ സമയത്താണ് നല്ലൊരു ബന്ധം അദ്ദേഹത്തിന് ഇന്നുവരെയും ഏകദേശം 10 വർഷത്തോളമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തന്ന അദ്ദേഹത്തിനുള്ള ഒരു വിശ്വാസം എന്നുണ്ടായിരുന്നു. കാരണം +2 പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കഴിവുകളും ഓരോ അനുഭവങ്ങളും ഓരോ എക്സ്പീരിയൻസ് നമ്മൾ കാണുമ്പോഴും അദ്ദേഹത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമുക്കെന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഏതൊരു പുതിയ ഇതിലേക്ക് പോകുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം ഞാൻ തേടാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോ എന്റെ സാറ് പറഞ്ഞതല്ലേ എന്നുള്ള ലെവലില് അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസിൽ പോയി എന്താണ് ഈ ബിസിനസ് എന്നുള്ളതിന് കൃത്യമായിട്ട് കേട്ടു, മനസ്സിലാക്കി. ഞാൻ അവിടെ സർവീസ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമറോട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വില കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതല്ലേ പോയിരുന്നു. ആ കസ്റ്റമർ വീണ്ടും വീട്ടിൽ പോവുകയും രാത്രി ഞാൻ തിരിച്ചെത്തുന്നത് 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. ഇന്നിവിടെ എത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ബിസിനസ് നടത്താനും ഒരു വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യാനൊക്കെ സാധിച്ചു. ഇന്ന് നോക്കുകയാണെങ്കിൽ കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര് ഈ ജില്ലകളിലൊക്കെ നല്ല ശക്തമായിട്ടുള്ളൊരു ടീം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപില് നല്ലൊരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തുടക്ക സമയത്ത് ഞാൻ ഇതൊന്നും ഇങ്ങനെയൊക്കെ വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നൊന്നും കരുതിയിട്ടല്ല വന്നത്. പക്ഷെ ഞാൻ കണ്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. ഷറഫുദ്ദീൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഓരോ സമയത്തും നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സാറ് പറഞ്ഞു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഉപ്പയുടെ മരണം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു യാത്രയില് പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നിട്ടുണ്ട്, ഡ്രസ്സിന്റെ വിൽപ്പന നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അക്ഷയ സെന്ററുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പൂച്ചെട്ടികൾ ഉണ്ടല്ലോ, ഇൻഡോർ ആയിട്ടുള്ള വീടിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി അതിമനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മള് മണ്ണുത്തി പോയിട്ടൊക്കെ പ്രോഡക്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ സെയിൽ ചെയ്യുന്നു കാര്യങ്ങൾ. അന്ന് തന്നെ ബിസിനസ്സിൽ ഒരു ക്രൈസ് ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ +2 പഠനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്മാർട്ട് സാർ ഒന്ന് പറയുകയും ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരികയും ഇന്ന് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് ഞാൻ അൽഹംദുലില്ലാ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോയി പറയാറുണ്ട് KPR എന്ന് പറയും, നോളജ് പെനിട്രേഷൻ റേഷ്യോ ഇല്ലേ. നമുക്കറിയാം ഈ രാവിലത്തെ ഹൈ ഫ്ലൈസ് മീറ്റിങ്ങിൽ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറിവുകൾ എത്രത്തോളം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നോ അവരൊക്കെ ഇന്ന് വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും സമയം നമുക്ക് വളരെ കുറവായത് കൊണ്ടും കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ എന്റെ സംസാരം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 10 കമന്റ്സുകൾ ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാണ്. 10 കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. സമയം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം, എന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരുപാട് ലീഡേഴ്സ് പല ടോപ്പിക്കുകൾ സംസാരിച്ചു. അപ്പൊ ഞാനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്ക് സംസാരിക്കണം എന്നുണ്ട്. അപ്പൊ എന്തായാലും 10 കുറച്ച് കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു പോയിന്റാണ്. കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് അതിനെ 2ആക്കി നമുക്ക് തിരിക്കാം. ഒന്ന് സെൽഫ് കമ്മിറ്റ്മെന്റും അടുത്തത് രണ്ടാമത് ടീം കമ്മിറ്റ്മെന്റാണ്.
ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാൽ വലിയ രൂപത്തിലേക്കുള്ള കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ പോയിന്റ് സെൽഫ് കമ്മിറ്റ്മെന്റിൽ നമ്മൾ നോക്കണം. ഇതിൽ ഓരോ ലക്ഷ്യവും നേടാൻ ആദ്യം വേണ്ടത്, നമുക്ക് ഏത് ലക്ഷ്യം നേടാൻ ആദ്യം വേണ്ടത് സ്വയം കമ്മിറ്റ്മെന്റ് ആണ്, അല്ലേ? താൻ സ്വയം ഈ ഒരു ബിസിനസ്സിൽ എത്രത്തോളം കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതുപോലെ നമ്മളെ സ്വപ്നങ്ങളുടെ, താൻ എന്ന് പറയുന്ന വ്യക്തി മൈ ലൈഫിലേക്ക് വരികയും തൻ്റെ ഡ്രീം എവിടെയാണ്, എന്തൊക്കെയാണ്, താൻ ആ ഡ്രീമിലായിക്കോട്ടെ തൻ്റെ സ്വപ്നത്തിൽ കമ്മിറ്റ്മെന്റ് ആണോ? അതുപോലെ തന്നെ ഫാമിലി റെസ്പോൺസിബിൾ, തൻ്റെ ഫാമിലി റെസ്പോൺസിബിലിറ്റിയിൽ എത്രത്തോളം കമ്മിറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഡിസിപ്ലിനിൽ എത്രത്തോളം നീ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് താൻ സ്വയം എടുക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റുകൾ പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഞാൻ അതിന്റെ ഹെഡ് ലൈൻസ് മാത്രമേ ഞാൻ സംസാരിച്ചു പോകുന്നേ ഉള്ളൂ. നമുക്കറിയാം, ജീവിതത്തിൽ വലിയ വാല്യൂ സിസ്റ്റം പാലിക്കുമ്പോഴാണ് ഒരു ശരിയായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. ആ സിസ്റ്റം എത്രത്തോളമാണ് നമുക്കറിയാം. തൻ്റെ ഡ്രീം കാണുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെന്റ് എത്രയോ എടുക്കുന്നുണ്ട്. താൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് കൃത്യമാക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ടീം കമ്മിറ്റ്മെന്റ് വരുന്ന സമയത്ത് ഒരു ടീം പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും ചുമതലകൾ മനസ്സിലാക്കി അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അനിവാര്യമാണ്. ഒരു ടീമിന്റെ കമ്മിറ്റ്മെന്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രായ വ്യത്യാസമില്ലാതെ ആശയവിനിമയം വ്യക്തമാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നും കൂടി വ്യക്തമായിട്ടുണ്ടെങ്കിൽ ആ ടീമിനെ കൂടുതൽ ശക്തരാവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു പ്രായ വ്യത്യാസമില്ലാതെ നല്ല നമുക്ക് ആശയവിനിമയങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ആ ടീമിന് ആത്മാർത്ഥം നല്ലൊരു ബലത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കൊണ്ടുവരുന്നത്. ആ പ്രതീക്ഷ അദ്ദേഹം വിജയിക്കും വരേക്കും നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ ടീമിനോട് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളൊരു ഫാമിലി ബിസിനസ് ആണ്. നല്ല കുടുംബ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഈ രണ്ട് കമ്മിറ്റ്മെന്റ്, നമുക്കറിയാം, സ്വന്തത്തിലുള്ള കമ്മിറ്റ്മെന്റും ടീമിനോട് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റും, അത് വിജയിക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയേണ്ടതുണ്ട്. സ്വന്തം കമ്മിറ്റ്മെന്റ് പറയുന്ന സമയത്ത് എത്രത്തോളം അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയേണ്ടതുണ്ട്. ഞാൻ ഹെഡ്ലൈൻസ് മാത്രമേ പറഞ്ഞു പോകണം. ഈ രണ്ട് ഗുണങ്ങൾ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ഏത് ലക്ഷ്യവും നമുക്ക് വിജയം സുനിശ്ചിതമാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിതത്തിൽ ഈ ഒരു മൈ ലൈഫ് എന്ന ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു രണ്ട് കാര്യത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്ന സംഗതിയാണ്. വിശ്വാസം നമുക്കറിയാം വിജയത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കുന്ന ഒരു മാസ്റ്റർ കീ ആണ് ബിലീഫ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% വിശ്വാസം ഉണ്ടായാൽ ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിച്ചോളും, ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിലീഫ് എന്ന് പറയുന്ന സമയത്ത്, കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ലീഡേഴ്സ് സംസാരിച്ചു. കമ്മിറ്റ്മെന്റ് കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ബിലീഫിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ ചെറിയൊരു ഹെഡ്ലൈൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോ നമുക്കറിയാം വിശ്വാസം ഉണ്ടാകേണ്ട 5 കാര്യങ്ങൾ പ്രധാനപ്പെട്ട മേഖലയാണ്. എന്തൊക്കെയാണ് നമുക്ക് ബിലീഫ് വേണ്ടത്? നമുക്കറിയാം, ഇൻ യുവർ ബിസിനസ്, ഇല്ലേ? നിങ്ങൾ ചെയ്യുന്ന ഈ മൈ ലൈഫ് എന്ന ബിസിനസ്സിൽ വലിയ ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടോ? ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഈ ബിസിനസ് ഔട്ടാണ്. അത് നിങ്ങളെ ഇതിന്റെ ഫ്യൂച്ചറും ഇതിന്റെ വലിയ ലോകത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങളെ ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ആദ്യം വരണം. ഇല്ലെങ്കിൽ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇൻ യുവർ ടീം, നിങ്ങൾക്കറിയാം കൂടെ നടക്കുന്ന ടീമിൽ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം.
അല്ലെങ്കിൽ അതൊരു ലോക്കൽ ടീമാണ്, അല്ലെങ്കിൽ ഒരു കൾച്ചർ ഇല്ലാത്ത ടീമാണ്, അല്ലെങ്കിൽ ഒരു ഒന്നും പറ്റാത്തൊരു ടീമാണ് എന്നുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ആ ടീമിന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല. തന്റെ കൂടെ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരാളെങ്കിലും ആ ഒരാളിൽ നിങ്ങൾക്കൊരു വിശ്വാസമാണ്. എന്റെ നാളേക്ക് കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ എന്റെ ഈ ഒരു ബിസിനസ് എന്റെ തലമുറകൾക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടീമാണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആദ്യം വരും. അതുപോലെ തന്നെയാണ് ഇൻ യുവർ സിസ്റ്റം, ഫോളോ ചെയ്യുന്ന സിസ്റ്റം അത് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ട് ഉള്ളൊരു വിശ്വാസം. നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ പറയാം SBGയുടെ സിസ്റ്റങ്ങളുണ്ട്, ആ സിസ്റ്റം ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആണെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. അത് ഇന്ന് നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമുക്കറിയാം 4 ബേസിക്സ് ആയിക്കോട്ടെ, 5 ഫിംഗർ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ട് ഡയറക്ട് സെല്ലിംഗ് കാലഘട്ടത്തിൽ നമുക്കറിയാം 50 വർഷങ്ങൾക്ക് മുന്നേ ഈ ഡയറക്ട് സെല്ലിംഗ് വരികയും അന്നു മുതലേ പറയുന്ന ഈ സിസ്റ്റങ്ങൾ അത് ശരിയാണെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതിൽ എന്തിനാ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, എന്തിനാ ഇത് ചെയ്യുന്ന, അതൊന്നും ഉണ്ടാവരുത്. നമ്മളിലുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും വേണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ യുവർ ലീഡർ, നിങ്ങളുടെ ലീഡറില് നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ലീഡറില്, മെന്ററില്, അതിൽ നിങ്ങൾക്കൊരു വിശ്വാസമാണ്. അതുപോലെ തന്നെ ആ ലീഡറിലുള്ളൊരു അദ്ദേഹത്തിന്റെ ഒരു വിഷനും മിഷനൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്കൊരു വിശ്വാസം ആത്മാർത്ഥമാണ്. അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതിലേക്കല്ല, അദ്ദേഹം കാണുന്ന കാഴ്ചപ്പാടും അദ്ദേഹം കാണുന്ന ഒരു ലീഡർഷിപ്പ് അത് വേറെ തന്നെ. അപ്പൊ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് നമുക്ക് വിശ്വാസം നേടിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ്, ഇൻ യുവർ പ്രോഡക്റ്റ്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഉറച്ച വിശ്വാസം വേണം. ഇല്ലെങ്കിൽ എന്ത് നിങ്ങൾ ഈ വെൽഹാർട്ട് ഉപയോഗിച്ചോളി നിങ്ങൾക്ക് മാറിക്കും, അങ്ങനെയുള്ളതല്ല. കൃത്യമായിട്ട് അവർക്ക് ആ പറയുന്ന സമയത്ത് തന്നെ അവർക്ക് തോന്നണം, ഇത് പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റിന്റെ നല്ലതാണ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ വേൾഡ് ഫെഡറേഷൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഫെഡറേഷൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന് ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നു. അതിലൊക്കെ നമുക്ക് ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഇതൊക്കെ ശരിയായിട്ടുള്ള രൂപത്തിലേക്കാണെന്നല്ല, പൂർണ്ണ ഒരു ഉത്തര ബോധത്തോടു കൂടിയിട്ടായിരുന്നു നിങ്ങളൊക്കെ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ്, മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന പോയിന്റ്, നിങ്ങളൊക്കെ നോട്ട് ചെയ്യാണെങ്കിൽ എഴുതി വെക്കട്ടെ. നമ്മളൊക്കെ പല ക്ലാസ്സുകളിൽ ഇതിലൊക്കെ കേട്ടിട്ടുള്ള ചെറിയ കുറച്ച് പോയിന്റുകൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഇനി ഞാൻ പറയാൻ പോകുന്നത്, മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം എഡിഫിക്കേഷൻ ആണ്. മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട. ഒരു ടീം ശക്തമാവുന്നത് പരസ്പരം എഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ്, ഇല്ലേ? ആരൊക്കെ എഡിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം ലീഡർമാർ നമുക്ക് എഡിഫിക്കേഷൻ ചെയ്ത്, ഇല്ലേ? ഒരു ലീഡറെ നമുക്കറിയാം ഒരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ അവിടെ നമ്മൾ ആ എഡിഫിക്കേഷൻ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അവിടെ പൊങ്ങച്ചം പറയുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വലിയതാക്കിയിട്ട് അങ്ങനല്ല. ആ എഡിഫിക്കേഷൻ, എന്റെ കൂടെ വന്നിട്ടുള്ള ലീഡർ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഇന്ന് കമ്പനിയുടെ നാഷണൽ ലീഡറാണ് എന്നുള്ള ലെവൽ. എന്താണ് നാഷണൽ? ചില ആളുകൾ പറയും RTC ലീഡർ അല്ലെങ്കിൽ NTC ലീഡർ. ആ മുന്നിലിരിക്കുന്ന പ്രോസ്പെക്ട് എന്ത് NTC, എന്ത് RTC, എന്ത് CTC ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ കമ്പനിയുടെ നാഷണൽ ലെവൽ ലീഡറാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ബിസിനസ് എത്തി. ആ ലെവലിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ടർ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഒരു 4ാം ക്ലാസ്സുകാരനിൽ നിന്ന് വന്നു ഇന്ന് ഹൈ പ്രൊഫൈലിലേക്ക് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ലീഡർ. ആ ലെവലിലേക്ക് നമുക്ക് ആ രൂപത്തിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് കടങ്ങൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷൻ ഒരു ടീച്ചിങ് മേഖലയിൽ നിന്ന് മാറി ഇന്ന് പല കോളേജിലെ പ്രിൻസിപ്പൽ, അതൊക്കെ രാജി വെച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം മൈ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ ലീഡറിന് നമ്മൾ കൊടുക്കേണ്ട എഡിഫിക്കേഷൻ ഉണ്ട്, ഇല്ല? എന്റെ ആയത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പോകുമ്പോഴും പ്രോഗ്രാമിൽ പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത് ബിസിനസിന്റെ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം, ഇല്ലേ? ബിസിനസിന്റെ വാല്യൂ, അതിന്റെ ക്രെഡിബിലിറ്റി എല്ലാ സ്ഥലത്തും നമ്മൾ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. മൈ ലൈഫ് എന്ന് പറയുന്ന ബിസിനസ് നമ്മൾക്കൊക്കെ വരുമാനം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനി എവിടെയും നമ്മൾ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്.
അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എഡിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ആ കമ്പനിയുടെ ചെയർമാൻ ആയിക്കോട്ടെ, കമ്പനിയുടെ ടേൺ ഓവർ ആയിക്കോട്ടെ, കമ്പനിയുടെ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ, പ്രോസ്പെക്റ്റിന് മനസ്സിലാവുക ഇത് ചെറിയ കളിയല്ല. പണ്ട് മോഹൻലാലൊക്കെ പറഞ്ഞ പോലെ ഇത് ആ ചെറിയ കളിയല്ല വലിയ കളിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ ലെവലിലേക്ക് ആ പ്രോസ്പെക്റ്റ് നമുക്ക് തോന്നണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് വലിയ ലെവലിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ഇല്ല, സിസ്റ്റത്തെ നമ്മൾ ഫോളോ അല്ലെങ്കിൽ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. സക്സസ് സൃഷ്ടിക്കുന്ന സിസ്റ്റം ഇല്ല, ആ സക്സസ് ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റന്റ് ആയി പോകുന്ന അതിനെ പ്രൊമോട്ട് നമ്മൾ ചെയ്യണം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്, കാരണം നമുക്കറിയാം ചില പുതിയ ആളുകൾ വരുന്ന സമയത്ത് നമ്മളെ 4 ബേസിക്സും 5 ഫിംഗർ ഒക്കെ പറയുന്ന സമയത്ത് അത് പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എഡിഫിക്കൈ ചെയ്തേ പറ്റൂ. എല്ലാ ലെവലിലേക്ക് നമുക്ക് സംസാരിക്കണം. അപ്പൊ ഞാൻ പറയുന്ന ഈ മൂന്നാമത് പറയുന്ന എഡിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ആരൊക്കെ എഡിഫൈ ചെയ്യുന്നെന്ന് പറയുന്നില്ല, നമ്മളെ ലീഡറെ നമ്മൾ എഡിഫിക്കേഷൻ നടത്തണം, അതുപോലെ തന്നെ ബിസിനസ്സിനെ എഡിഫൈ ചെയ്യണം, അതുപോലെ തന്നെ സിസ്റ്റത്തെ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് നാലാമതായിട്ടുള്ളത് യൂസ് ദ ടൂൾ ഇല്ല. ശരിയായ ടൂൾ ഉപയോഗിക്കുമ്പോഴാണ് ബിസിനസ്സിൽ നമ്മൾക്ക് ആ ബിസിനസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ടൂൾസുകൾ എന്തൊക്കെയാണ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഒരുപാട് ടൂൾസുകളുണ്ട്, ഒരു പക്ഷെ ഞാൻ പറയാത്തതും ഒരുപാട് ടൂളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ ടൂളാണ് ഇവന്റുകൾ ഇല്ലേ. ബിസിനസിന്റെ ഒരു എനർജി അല്ലെങ്കിൽ ബിലീഫ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇവന്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളെ മുന്നിലിരിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമുകളിലേക്കൊക്കെ ആ ഒരു ഇവന്റുകളൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ടൂളുകളൊക്കെ നമ്മൾ അതിന്റെ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധിക്കും. ഒരു പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് എങ്ങനെ നമ്മൾ അതിന്റെ മുൻപും ആ ഒരു സമയത്തും അതിനുശേഷം ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ നമ്മൾ അതിന് ആ ഇവന്റിനെ നമ്മൾക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം GTS, അതുപോലെ തന്നെ BOP ഇല്ല. BOPകൾ നടക്കാറുണ്ട് പല നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ, അതുപോലെ തന്നെ കണ്ണൂർ, പല ജില്ലകളിലും BOPകൾ നടക്കുന്നുണ്ട്. GTS നടക്കാറുണ്ട് ഇല്ല. ആ GTS എന്ന് പറയുന്നത് ഒരു ടൂളാണ്, കാരണം ഈ ബിസിനസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അതിന് ചില ആളുകൾ പറയും എന്തിനാ ഞാൻ GTS, ഞാൻ എല്ലാ ആഴ്ചയും വരുന്നതല്ല, എന്നും കേൾക്കുന്നതല്ല എന്നല്ല. അതൊരു ടൂളാണ്. അതിൽ ഒരുപാട് നമുക്ക് അറിവുകളും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ആഴ്ചകൾ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള പല ടോപ്പിക്കുകളായിരിക്കും അവിടെ സംസാരിക്കുന്നത്, പറയുന്നത്. ആ ഒരു സംഗതി ആയിരിക്കും അടുത്ത ഒരു ആഴ്ചയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു നമ്മളൊക്കെ പറയാറുണ്ട്, മൊബൈൽ ഫോണിൽ ചാർജ് കഴിഞ്ഞാല് നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ GTSന് വന്ന് നമ്മൾ ആ ഒരു ആഴ്ചയിലേക്കുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു GTSന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ഓടാനുള്ള ഒരു ഇന്ധനം അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പല ലീഡേഴ്സിന്റെ അണ്ടറിൽ നടക്കാറുണ്ട്. ഒരു പുതിയൊരു ഒരു വ്യക്തി വന്നാല്, ഒരു പക്ഷെ എന്റെ സംസാരം കേൾക്കുന്നതിൽ ഒരു പക്ഷെ പുതിയൊരാളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ടതാണ് ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഓറിയന്റേഷൻ ട്രെയിനിങ്. ഒരു പുതിയൊരു വ്യക്തി വന്നാൽ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ആദ്യ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്, എവിടെ തുടങ്ങണം, എവിടേക്ക് എത്തണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ്, ട്രെയിനിങ് ആണ് NDO എന്ന് പറയുന്നത്. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പൊ എനിക്ക് പുതിയ ആളുകളോട് പറയാനുള്ളത്, ഇനി ലീഡേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ബ്രൗഷർ ഇല്ല, നമ്മുടെ പ്രോഡക്റ്റിന്റെ ബിസിനസിന്റെ ഒക്കെ പ്ലാൻ ബുക്കും പ്രോഡക്റ്റ് ബുക്കും ഒക്കെ അതൊക്കെ ഒരു ടൂളാണ് നമുക്ക് ഇതിലൊക്കെ. അപ്പൊ ടൂളുകളൊക്കെ നമ്മളൊക്കെ കയ്യിൽ വേണം. പ്രോഡക്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ഓർഡർ ഫോം ആയിക്കോട്ടെ, ജോയിനിങ് ഫോം, ഇതൊക്കെ നമ്മളൊരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനാണ് പോകുന്നത്, അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ ചില ആളുകൾ വരും, എന്റെ കയ്യിൽ ബ്രൗഷറും ഇല്ല, ഒന്നുമില്ല, അവര് നേരിട്ടാണ് പോകും, എവിടെ അതിന്റെ പ്ലാൻ ബുക്കും ഇല്ല. പക്ഷെ ഇന്നേ വരെ നമുക്കറിയാം എവിടെ പോകുന്ന സമയത്തും ആ കയ്യിലൊരു ബാഗ് ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, ഇസ്മാൽ സാറൊക്കെ ഈ NTC ആവുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ബാഗ് എപ്പോഴും ഉണ്ട് ഒരു തോളില്. ഇപ്പൊ കാറായതുകൊണ്ട് ഇപ്പൊ എവിടെ നോക്കുന്ന സമയത്തും ആ ഒരു ബാഗ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവാറ്.
നിങ്ങളൊക്കെ പറയാനുണ്ട്, നിങ്ങളൊരു NTC ആവുന്നത് വരേക്കും നിങ്ങളെ കയ്യിൽ നിങ്ങൾ ആ ഓർഡർ ഫോമും ജോയിനിങ് ഫോമും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് ഒഴിവാക്കരുത്. ചില ആൾക്കാർ ഒരു ATC ഒരു TC ആയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഞാൻ വലിയ ആളാണ് സംഭവം എന്നല്ല, വലിലേക്ക് വരരുത്. എപ്പോഴും നിങ്ങൾ ഡയറി ഉണ്ടായിരിക്കണം, പുതിയ പോയിന്റുകൾ കിട്ടുന്നത് എഴുതി വെക്കണം. അല്ലെങ്കിൽ അലിഗഡർ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഒരുപാട് ലീഡേഴ്സ് വരുന്ന സമയത്ത് എല്ലാവരുടെയും ബ്രെയിനിൽ കിട്ടുന്ന ചില ആൾക്കാരുടെ തിരുത്തേണ്ടതുണ്ടാവും. ചിലപ്പോൾ ആ സജസ്റ്റ് അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല. അപ്പൊ ചിലത് നമുക്ക് ഡയറിയിൽ എഴുതി, അപ്പൊ നമ്മുടെ ഡയറി നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ ബ്രെയിനിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഇടപെടുമ്പോൾ അത് കഴിയും. ചിലപ്പോൾ GTSന് വരുമ്പോൾ പുതിയ പോയിന്റുകൾ കിട്ടും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പൊ ഡയറി, പേന, അതുപോലെ തന്നെ യൂണിഫോം അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ല കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം ഇന്ന് അതൊക്കെ ഒരു ടൂളാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം വാട്സപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നൊക്കെ നോക്കണമെങ്കിൽ ഒരുപാട് നല്ല പ്ലാറ്റ്ഫോമുകളൊക്കെ അതിലുണ്ടെന്നുണ്ടാകും. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നോക്കണമെങ്കിൽ നമുക്കറിയാം ഡോക്ടർ അഞ്ജിതയുടെ ക്ലാസ്സുകൾ കൃത്യമാക്കിയിട്ട് നമുക്കറിയാം അതില് ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ ഒരുപാട് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഇന്നൊക്കെ ഈ സമയത്ത് ഹൈ ഫ്ലേസ് മീറ്റ് ഇല്ല രാവിലെ ഒന്നും കിട്ടുന്ന അതൊക്കെ ഒരു ടൂളാണ്. അപ്പൊ ഈ ടൂളുകൾ നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്കറിയാം DTP ഇല്ലേ, കഴിഞ്ഞ ദിവസം നമ്മളെ ഡയമണ്ട് ലീഡറൊക്കെ സംസാരിച്ചു. DTP നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുള്ളത്, ഒരുപാട് അറിവുകൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ FFS അല്ലെങ്കിൽ RTP പ്രോഗ്രാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അത് പറയാത്ത ഒരുപാട് ടൂൾസുകൾ ഇനിയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ടൂൾസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഗതി ഒന്നും കൂടി ഈസി ആവാൻ നമുക്ക്, അല്ലെങ്കിൽ ടീമിലെ ഗ്രോത്ത് ഫാസ്റ്റ് ആവാനൊക്കെ സാധിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഈ നാലാമത്തായിട്ടുള്ള ടൂൾ ഉപയോഗിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഞാൻ പറയാൻ പോകുന്നത് ഇനി അഞ്ചാമത്തെ കാര്യമാണ്. ഈ അഞ്ചാമത്തെ കാര്യത്തിൽ എക്സ്പാൻഷൻ ഓഫ് ദ ടീം എന്നാണ്. ഒരു ടീം വളരണം, ശരിയായ രൂപത്തിൽ ആളുകളുമായിട്ടുള്ള ബന്ധപ്പെടുകയും ഒരു വാല്യൂ ഷെയർ ചെയ്യുന്ന സമയത്തും ചെയ്യുമ്പോഴാണ് ആ ടീം എക്സ്പാൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം എന്തൊക്കെയാണ് അതിലെ പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അതറിയാം, റിക്രൂട്ട്മെന്റ് ബൈ ദ സെൽഫ് ഇല്ല. ലീഡർ സ്വന്തമായിട്ട് എന്താണ് ഒരു ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് പുതിയ ആളുകളെ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം, പക്ഷെ അവര് ഫോഴ്സ് ചെയ്യാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള കാര്യമാണുള്ളത്. അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, സെൽഫിനെ സ്വന്തത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്റെ ഗ്രോത്തിലേക്കോട്ടെ അല്ലെങ്കിൽ പുതിയൊരാളോട് സംസാരിച്ചപ്പോഴേ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ നമ്മൾ ഇസ്ലാമികപരമായിട്ട് കുറച്ച് ചർച്ചകൾ വന്ന സമയത്ത് നമുക്കറിയാം അതിലൊക്കെ ഒരുപാട് നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുക അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടാവുന്ന ചില അതുണ്ട്. അപ്പോ അത് എന്റെ ലീഡർ വേണ്ട, ഞാൻ മതി എന്നുള്ളത് എന്നെ സ്വയം ഒരു എന്റെ ഉള്ളില് ഒന്നും കൂടി ഒരു ഞാൻ ഓക്കെ എനിക്ക് സ്വന്തമായിട്ട് ഏതൊരാൾ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് അല്ലെങ്കിൽ തങ്ങന്മാര് വന്നാലും അല്ലെങ്കിൽ പണ്ഡിതന്മാര് വന്നാലും അവർക്ക് കൃത്യമായിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. അപ്പൊ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ഓക്കെ. പക്ഷെ അതിൽ നമ്മൾ അഹങ്കരിക്കരുത്. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ ടീമിൽ ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ വരുന്ന സമയത്തൊക്കെ അവരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അത് അഞ്ചാമത്തെ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആറാമത്തെ പോയിന്റ്, സമയം കുറഞ്ഞത് കൊണ്ട് ഞാൻ സ്പീഡാക്കി പറയുന്നുണ്ട്. ആറാമത്തെ പോയിന്റ് ഐഡന്റിഫൈ യുവർ പ്രോസ്പെക്ട് ഇല്ല. അതായത് നമ്മളെ പ്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ പേഴ്സൺ ഇല്ലേ, കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സ്പെഷ്യലായിട്ട് ഫോക്കസ് കൊടുത്തിട്ട് അവർക്ക് അവർ വരുമാനത്തിലായിക്കോട്ടെ അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് പ്രത്യേക ഒരു കൊടുത്തിട്ട് കഴിവുള്ള ആളുകൾ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമുക്ക് എല്ലാവർക്കും എല്ലാം പറ്റണം എന്നില്ല, പക്ഷെ ചില ആളുകൾക്ക് ചില എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റി അവരെ കണ്ടെത്തി അത് അവരെന്ത് ചെയ്യണം, ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. ചില പ്ലാൻ പ്രസന്റേഷൻ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും അദ്ദേഹത്തിന് പ്ലാൻ കൊടുക്കാനായിരിക്കും കൂടുതൽ ഇതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലായിരിക്കും ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിൽ അവരെ എക്സ്പേർട്ട് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഐഡന്റിഫൈ പ്രോസ്പെക്റ്റിൽ നമ്മൾ പറയുന്നത് ആറാമത്തെ പോയിന്റിൽ. അതുപോലെ തന്നെ ആരെയും നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. കാരണം വെച്ചാല് എല്ലാവരും ഒരു അവസരമാണ് ഇല്ലേ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ ഒരു പക്ഷെ ഇതിനേക്കാൾ വലിയ ലെവലിലേക്ക് വരാം. ആരെയും നമ്മൾ എന്തിൻ്റെ എന്തായാലും കൊച്ചാക്കി കാണുകയൊന്നും ചെയ്യണം. അവർക്ക് നാളെ അതിനേക്കാൾ ഒരുപാട് ലെവലിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഐഡന്റിഫൈ പ്രോസ്പെക്ട് എന്നുള്ള കാര്യത്തിൽ ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക്
അടുത്തത് 7-മതായിട്ട് പറയാനുള്ളത് ഡെയിലി വീക്കിലി മോണിറ്ററിംഗ് ആണ് ഉള്ളത്. അപ്പൊ എന്താണ് അതിൽ പറയാനുള്ള കാര്യം വെച്ചാൽ 1-2 കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് സ്പീഡാക്കി പറയാം. ഓരോ ടീമിന്റെയും ദിനം അല്ലെങ്കിൽ ആഴ്ചയിൽ ഓരോ ദിവസത്തായിക്കോട്ടെ ആഴ്ചയിലായിക്കോട്ടെ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇതില് ഡെയിലി വീക്കിലി മോണിറ്ററിങ്ങിന് വരുന്നത് അല്ലെ. അപ്പൊ നമ്മളൊക്കെ ഓരോ സമയത്ത് നമ്മളൊക്കെ വിളിച്ചു ചോദിക്കും, ഇന്ന് GTS എത്ര ആൾ പങ്കെടുത്തു, അല്ലെങ്കിൽ ഇന്ന് എത്രയാള്. അപ്പൊ പറയുന്ന സമയത്ത് ചിലപ്പോൾ ആളുകളെ എണ്ണം കുറവ് അല്ലെങ്കിൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും ആസ് എ ലീഡറെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരാണെങ്കിലും പുതിയൊരാളാണെങ്കിൽ പോലും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഇതിലൊക്കെ പറയാറുണ്ട്, സാറൊക്കെ എന്നോട് പറയാറുണ്ട്, സാൻഡ്വിച്ച് മെത്തേഡിലായിരിക്കണം സംസാരിക്കേണ്ടത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നല്ലതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അവർ കാര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. പിന്നെ നീ അത് ചെയ്ത് ശരിയല്ല അല്ലെങ്കിൽ നീ അവിടെ ആണെങ്കിലും ആ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നല്ല കാര്യങ്ങൾ പറയാം. അപ്പൊ 2 കാര്യം, ഒന്ന് നല്ലത് പറയാം, പിന്നെ അതിന്റെ ഇടയ്ക്കുണ്ടല്ല നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാവില്ല, ആദ്യം മണ്ണ് വെക്കും. നമ്മുടെ ഫേമസ് ബേക്കറിയിൽ എന്ത് ചെയ്യും, ആദ്യം മണ്ണ് വെക്കും, പിന്നെ അതിലേക്ക് വെച്ചിങ്ങാണ്ട് പിന്നെ വീണ്ടും ബന്ന് വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്യും, അത് നല്ല ഓവനിൽ വെച്ചിങ്ങാണ്ട് അടിച്ചു കണ്ടി കൊടുക്കും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നല്ലത് പറഞ്ഞാൽ സോപ്പ് ഇട്ടുങ്ങാണ്ടൊക്കെ ഇതാക്കിയിട്ട് പിന്നെ രണ്ടാമത് അവർക്ക് വേണ്ടത് അത് അവർക്ക് മനസ്സിലായത് നമ്മൾ പറയുമ്പോഴത്തേനും അത് എന്താ ലീഡർ എന്തായി ഇങ്ങനെ അങ്ങനെ ലെവലിലേക്ക് ആവരുത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം നമ്മളെ മുന്നിലും മനുഷ്യന്മാരാണ് ഇല്ല, എല്ലാവരും ഒരേ ചിന്താഗതി ഒരേ പ്രവർത്തന കാര്യങ്ങളൊന്നുമില്ല, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട വെച്ചാലും ഇത് സാൻഡ്വിച്ച് മെത്തേഡ് എപ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നതാണ്. ആസ് എ ലീഡർ അല്ലെങ്കിൽ പ്രോസ്പെക്ട് ആണെങ്കിലും ആ ലെവലിൽ എവിടെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ സമയത്ത് നമുക്ക് ഇലക്ഷന്റെ സമയമൊക്കെ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കാര്യം, കാരണം പല ആൾക്കാരും പല രൂപത്തിനും വരുന്ന സമയത്ത് അതെനിക്ക് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങള് കോച്ച് ആവരുത് ഏ കോച്ച് തന്നെ അവിടെ ചെയ്യും ഇവിടെ ചെയ്യും അങ്ങോട്ടാക്കുന്നു, അത് വേണ്ട. എന്ത് ചെയ്യണ്ടേ, ഒരു ക്യാപ്റ്റൻ ആവണം. ക്യാപ്റ്റന്റെ രൂപം തന്നെ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറണം ഇല്ല, ടീമിന്റെ കൂടെ ഉണ്ടാവണം നമ്മൾ, ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന 8-മത്തെ പോയിന്റ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ് ആണ് ഇല്ലേ. ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ് നമ്മൾ പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെയിലി വീക്കിലി ഫോളോ അപ്പ് വിത്ത് ലീഡർ ഇല്ല, മെന്റർ ഇല്ല, ലീഡറുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ. അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല, ഒരു പോയിന്റ് ആക്കി നിങ്ങൾ ബ്രെയിനിൽ ഇട്ടുള്ളൂ. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഫോളോ അപ്പ് ചെയ്യുന്ന നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ അല്ലെങ്കിൽ ഷെയറിങ് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആ രൂപത്തിലേക്കുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെയിലി വീക്കിലി ക്ലോസിങ് ആഴ്ചയില് ഇല്ല, ഒരാഴ്ചയിൽ നമുക്കൊരു ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ആഴ്ച ഇതിപ്പോ അൽത്താഫ് സാറൊക്കെ വോയിസിൽ നമ്മൾ പറയാറുണ്ട് ബുധന് ഇല്ല, ആ ലെവലിലേക്ക് ഓരോ വീക്കിലി നമ്മൾ ആ ചെയ്ത് കാര്യങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ BV-യിൽ ഫോക്കസ് ആവുക എന്നുള്ളത് ഇല്ലേ, ബിസിനസ് വോളത്തിൽ ഫോക്കസ്. വീട്ടിലുള്ള BV-യിൽ ഫോക്കസ് ആയിക്കുന്നതിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടത് ഇല്ലേ. BV 2 BV ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ 8-മത്തെ പോയിന്റിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ 9-മത്തെ പോയിന്റിലേക്ക് പറയാനുള്ളത് ഡെയിലി ആക്ഷൻ പ്ലാൻ ആണ്. ഡെയിലി ആക്ഷൻ പ്ലാൻ നമുക്ക് എപ്പോഴും പറയാറുണ്ട്, ഫുൾ ടൈമർ പാർട്ട് ടൈമർ ചെയ്യേണ്ട 5 ആക്ടിവിറ്റീസ് 10 ആക്ടിവിറ്റീസ് കാര്യങ്ങളില്ല. അതിലെപ്പോഴും നമ്മൾ പറയണ്ടേ ആക്ഷൻ മേക്ക് റിസൾട്ട് എന്ന് പറയുന്നത്. ആക്ഷൻ ഇല്ലെങ്കിൽ എന്തില്ല, ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എന്ത് ചെയ്യും നമ്മൾക്ക് പറയാറുണ്ട്, ആക്ഷൻ പ്ലസ് ഹാബിറ്റ് പ്ലസ് റിസൾട്ട് ഇല്ലേ സമം റിസൾട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പറയാറുണ്ട് നമുക്ക്. അപ്പൊ ഈ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളെ ആക്ഷൻ പ്ലാനിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ വലിയ ടോപ്പിക് ആണ്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് നിങ്ങൾ ഇതാക്കരുത്. ഇതൊക്കെ വലിയ ആയത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ക്ലാസ് എടുക്കേണ്ട ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 10-മത്തെ പോയിന്റ് ആണ് ബി വിത്ത് SBG സിസ്റ്റം അല്ലെ. നമുക്കറിയാം ഒരു ലീഡർ വളരുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതിൽ നമുക്കറിയാം ബി ഫാസ്റ്റ് ആയി കൊണ്ട് വേഗത്തിൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഫോക്കസ് ധാരണയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക, അതിന് നല്ല രൂപത്തിൽ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർക്ക് വിത്ത് എൻഡ് ഇൻ മൈൻഡ് അല്ലെ. പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ എവിടെ എത്തണം, മന്ത്ലി ടാർഗറ്റ് എന്താണ്, ടീമിന്റെ ഗ്രോത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ന് മൈൻഡിലൂടെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം.
ഈ ആഴ്ച എന്താവണം, എങ്ങനെയൊക്കെ ആവണം, ടീമിന്റെ അടുത്ത സ്റ്റെപ്പ്, അത് മൈൻഡിലൂടെ ഇങ്ങനെ കടന്ന് ഇടക്കിടക്കിന് പോയി. അപ്പൊ അതിൽ വരുന്ന സമയത്ത് നമ്മളെ വിഷ്വലൈസേഷൻ ഇല്ലേ, വെർബലൈസേഷന്, ക്രിസ്റ്റലൈസേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വലിയ ടോപ്പിക്കുകളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. സമയം 45 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യുക ഓരോ സമയത്തും, എവറി ഡേ, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം 1% നിങ്ങൾ എന്ത് ചെയ്യുക, വളർച്ച ഉണ്ടാവണം എന്നുള്ളത്. ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങള് എത്തുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ചിന്ത മാറ്റുക, പ്രവൃത്തി മാറ്റുക, അല്ലേ? അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ നമുക്ക് ഞാൻ ഏകദേശം ഒരു 10 പോയിന്റുകൾ പറഞ്ഞു, അല്ലേ? ഏകദേശം 10 പോയിന്റുകൾ പറഞ്ഞു. ഞാൻ അതിന്റെ ചെയ്തുള്ള റിസൾട്ടും കൂടി ഞാനൊന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്കറിയാം, 10 പോയിന്റുകൾ പറഞ്ഞപ്പോ ഈ കാര്യങ്ങൾ 10 പോയിന്റുകൾ കാര്യങ്ങൾ ചെയ്താല് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ടുകൾ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം, ബിലീഫിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. നിങ്ങൾ ആ ബിലീഫ് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യും. നിങ്ങൾ ബിലീഫിൽ നല്ല ആത്മവിശ്വാസം ഉണ്ട്, അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പവറായി. നമുക്കറിയാം, ഒരു കയറ് ഇല്ല, വലിയ കയറ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് അതിന് തുടക്കം വരുന്നത്? നമുക്കൊരു ചകിരിനാരാണ് ഇല്ലേ, ഒരു ചകിരിനാര് ഒന്നുണ്ടാവും, വളരെ ഇവിടെ ഇല്ല സംഗതി, ഒരു നൂല് പോലത്തെ സംഗതി ആയിരിക്കും. ആ നൂല് പോലത്തെ സംഗതി വീണ്ടും അതിൽ ഒന്നും കൂടെ ഒന്ന് ചുറ്റി, വീണ്ടും ഒന്നും കൂടി ചുറ്റി, ഇല്ലേ, പിന്നെ വീണ്ടും ചുറ്റി. അങ്ങനെ ആ ഒരു ഇതാവുന്ന സമയത്ത് ഇത്രയും വലിയ കട്ടിയിലേക്ക് വരും, ഇല്ലേ? അപ്പൊ ആദ്യത്തെ ആ ഒരു ചകിരിനാര് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ് സെറ്റ് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഒന്നും കൂടി നമ്മൾ എന്തിനാ ഈ പ്രോഗ്രാംസിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനൊക്കെ പോയി നമ്മുടെ ബിലീഫ്, നമ്മളെ ലീഡറും അല്ലെങ്കിൽ ലീഡറിൽ വിശ്വാസം, ബിസിനസ്സിൽ വിശ്വാസം, നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിലൊക്കെ നിങ്ങൾ വിശ്വാസം കൂട്ടുമ്പോൾ ഈ ചകിരിനാര് പോലെ ഓരോ സമയത്തും ഓരോ കെട്ടിങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കും. ഇത് അവസാനം എത്ര വലിച്ചാലും ഇല്ലേ, മുറിയില്ല. കാരണം നല്ലൊരു കട്ടില്ല നമ്മൾക്ക് ഉണ്ടല്ലോ, വടം വലിക്കൊക്കെ വരുന്ന സാധനം, അതൊക്കെ ഒറ്റയ്ക്ക് വലിച്ച പൊട്ടോ ഇല്ലല്ലോ, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല, എഡിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിരുന്നാല് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യും. എഡിഫിക്കേഷൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, ഉഷാറാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടായിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ടൂൾസിന്റെ കാര്യത്തിൽ നമ്മൾ പറയാം, ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയുന്നത്. പിന്നെ ടീം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡയലോഗ്സ്, സംസാരങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എങ്ങനെ ഒരു ടീം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആളുകളെ ഇതാക്കണം, നമ്മളെ പീപ്പിൾ ബിൽഡിംഗ് ബിസിനസ് ആയതുകൊണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് തരും ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങൾ. ഐഡന്റിഫൈ പ്രോസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അല്ലേ, അവിടെ സ്മാർട്ട് സെലക്ഷൻ നടക്കും, ഇല്ല, നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരൊക്കെ നമുക്കതിൽ കിട്ടും. ഈ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കത് നമ്മളിലേക്ക് കിട്ടുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെയിലി, വീക്കിലി മോണിറ്ററിങ് ചെയ്യുന്ന സമയത്ത് ഇല്ല, നമുക്കൊരു ഡിസിപ്ലിൻ എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഡിസിപ്ലിൻ, ഓരോ കാര്യത്തിനും ഡിസിപ്ലിൻ, രാവിലെ എഴുന്നേൽക്കുന്നതിലേക്കോട്ടെ, പ്രവർത്തനത്തിലേക്കോട്ടെ, എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ഫോളോ അപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരും. ഫോളോ അപ്പ് വെച്ചാൽ പ്ലസ് ഗ്രോത്ത് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മാറ്റും. അതുപോലെ തന്നെ ഡെയിലി ആക്ഷൻ പ്ലാനിങ് ഞാൻ പറഞ്ഞു, നമുക്ക് റിസൾട്ടുകൾ കൊണ്ടുവരും. നമ്മളെ വരുമാനത്തിലും നമ്മളെ ഓരോ കാര്യത്തിലും റിസൾട്ടുകൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻസി വരും. ഒരു നല്ല രൂപത്തിൽ നമുക്ക് ഉത്സാഹത്തോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള റിസൾട്ടുകളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ലേ. എന്തായാലും ഇത് എൻ്റെ ഒരു ചെറിയ ഒരു അനുഭവത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റി, വളരെയധികം സന്തോഷമുണ്ട്. കാരണം സമയം കൂടുതൽ, ഞാനൊരു 40 അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും ഇന്നത്തെ ഒരു സമയം ഇല്ല, ഒരു 10 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. ഇതൊക്കെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാനോ അല്ലെങ്കിൽ ചെയ്യാനും അതൊക്കെ റെഡി ആണെങ്കിൽ മാത്രമേ ഇതിലൊക്കെ കാര്യമുള്ളൂ. കാരണം ഇതിൽ കൂടെ കേട്ടിടത്തിൽ കൂടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ മൈലിയപ്പ് എന്ന് പറയുന്ന ബിസിനസ്സിൽ നമ്മൾ വലിയ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ ലെവലിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരണം. എന്തായാലും ഇന്നത്തെ ഒരു ഹൈ പ്ലേസ് മീറ്റിങ്ങിൽ എനിക്ക് സംസാരിക്കാനും നിങ്ങളുടെ കുറഞ്ഞ സമയം ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഇതിൽ പറ്റിയത് സന്തോഷം. ഒരുപക്ഷെ എൻ്റെ വാക്കുകളിൽ എൻ്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് എന്നും ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ
തിരുത്തി തരാനും അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാനും ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൈലിഫ്സ്റ്റർ എന്ന കമ്പനിയിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ഒരു സമയത്ത് നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാ ലീഡേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ബൈ. എല്ലാവർക്കും വലിയ വിജയാശംസകളുണ്ട്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ.